ഹലോ ഗേസ്, AI ഉപയോഗിച്ച് നിങ്ങളുടെ ഭാവിയിലെ കുഞ്ഞിനെ കാണാൻ കഴിയും. അതും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഫ്രീ ആയി നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുന്നതാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിലുള്ള കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോയിലൂടെ എങ്ങനെ AI ഉപയോഗിച്ച് നിങ്ങളുടെ ഭാവിയിലെ കുഞ്ഞിനെ കണ്ടെത്താമെന്നാണ് പറയുന്നത്. ഇതിന് ആവശ്യമായി വേണ്ടത് നിങ്ങളുടെയും നിങ്ങളുടെ പങ്കാളിയുടെയും ഫോട്ടോ മാത്രം മതി. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഭാവിയിലെ കുഞ്ഞിന്റെ മുഖം കാണുവാനായിട്ടുള്ള സ്റ്റെപ്സുകളാണ് ഇനി പറയുവാൻ പോകുന്നത്. ആദ്യമായി ചെയ്യേണ്ടത് ഫോൺ ഓപ്പൺ ചെയ്യുക, അതിൽ ക്രോം ബ്രൗസർ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാറിൽ ചെന്നിട്ട് AI ബേബി ഫേസ് ജനറേറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇന്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇനി അടുത്തതായിട്ട് ആ ഫസ്റ്റ് കാണുന്ന AI ഈസ് എന്നുള്ള സൈറ്റിലേക്കാണ് കയറേണ്ടത്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഫേസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഈ സൈറ്റിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തേക്കാം. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫേസിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ ഒരുവിധം കറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഭാവിയിലെ കുഞ്ഞിന്റെ മുഖം കാണാൻ കഴിയുന്നതാണ്. ആരുടെ ഭാവിയിലുള്ള കുഞ്ഞിനെയാണോ കാണേണ്ടത് അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോസ് ഇതിൽ അപ്ലോഡ് ചെയ്താലാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കിത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മീറ്റ് യുവർ ബേബി നൗ എന്നുള്ള ഒരു ഓപ്ഷൻ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വേണം ഇനി ക്ലിക്ക് ചെയ്യാൻ. ഈ ഒരു ഓപ്ഷൻ അതിൽ ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഇവിടെയാണ് പാരന്റ്സിന്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഒരു ഇമെയിൽ ID സൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോഴത്തേക്കും നിങ്ങളുടെ പേഴ്സണൽ അല്ലാത്ത ഒരു ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാനും ഒരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി ഇവിടെ കൊടുത്തേക്കുന്നത് നോക്കൂ, പാരന്റ് 1 എന്നും പാരന്റ് 2 എന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഭാവിയിലുള്ള കുഞ്ഞിന്റെ മുഖം കാണുന്നതിന് വേണ്ടി പാരന്റ്സിന്റെ ഫോട്ടോസ് കൊടുക്കുക. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി ഫഹദിന്റെയും നസ്രിയയുടെയും ഫോട്ടോസ് ആണ് കൊടുക്കുന്നത്. ഇവരുടെ ഭാവിയിലെ കുഞ്ഞ് എങ്ങനെ ഇരിക്കുമെന്നാണ് ഇതിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പരിചയമുള്ള 2 ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോസ് കൊടുക്കുന്നത്. ഇതിന്റെ പ്രഡിക്ഷൻ എത്രത്തോളം റീസണേറ്റ് ആകും എന്നറിയുന്നതിന് വേണ്ടിയാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള 2 കപ്പിൾസിന്റെ ഫോട്ടോസ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പാരന്റ്സിന്റെ ഫോട്ടോ ഇതൊക്കെയാണ്. സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോസ് ആണ് വേണ്ടത്. ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പാരന്റ്സിന്റെ ഫോട്ടോസ് ഫേസ് മാത്രം ക്രോപ്പ് ചെയ്ത് ഇടുക. എങ്കിൽ മാത്രമേ ശരിയായി കുഞ്ഞിന്റെ ഫേസ് കിട്ടുകയുള്ളൂ. അപ്പൊ ഞാൻ ഈ ഫോട്ടോസുകൾ ക്രോപ്പ് ചെയ്ത് ആ മുഖം മാത്രം എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോയുടെ ഫേസ് മാത്രം ക്രോപ്പ് ചെയ്ത് ഇടുക. അപ്പോൾ ഒരാളുടെ ഫോട്ടോയിൽ ഫേസ് മാത്രം ക്രോപ്പ് ചെയ്തു. ഇനി അടുത്ത ആളിൻ്റെതും കൂടി അതേപോലെ ചെയ്യണം. അപ്പോൾ 2 പേരുടെ ഫോട്ടോയും ക്രോപ്പ് ചെയ്തു. ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകാം. ഓക്കെ, ഇനി പഴയ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇനി പാരന്റ് 1 ഏതെങ്കിലും ഒരാളുടെ ഒരു ഫോട്ടോ, പാരന്റ് 2 അടുത്ത ആളിൻ്റെ ഫോട്ടോ, അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുത്തേക്കുന്നത് പാരന്റ് 1 ഫഹദ് ഫാസിലിന്റെയും പാരന്റ് 2 നസ്രിയയുടെയും ഫോട്ടോ. പാരന്റ് 1 ക്ലിക്ക് ചെയ്യുമ്പോൾ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ആരെയാണോ അവരുടെ അടുത്ത് ക്ലിക്ക് ചെയ്യുക. പാരന്റ് 2 അതുപോലെ ക്ലിക്ക് ചെയ്യുക, ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അടുത്ത ആളിന്റെയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പാരന്റ് 1 പാരന്റ് 2 2 പേരുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ താഴെ നോക്കുമ്പോൾ ബേബി ജെൻഡർ കൊടുത്തിട്ടുണ്ട്. റാൻഡം ബോയ് ഗേൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ജെൻഡറിലുള്ള കുട്ടിയാണ് വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജെൻഡറിലുള്ള ഒരു കുട്ടിയാണ് കാണേണ്ടതെങ്കിൽ റാൻഡമിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഗേളോ ബോയോ ഏതെങ്കിലും ഒന്നായിരിക്കാം വരുന്നത്. അതുമല്ല നിങ്ങൾക്ക് ബോയിനെ കാണണമെന്നുണ്ടെങ്കിൽ ബോയിൽ ക്ലിക്ക് ചെയ്യുക. പെൺകുട്ടിയെ കാണണമെന്നുണ്ടെങ്കിൽ ഗേളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജനറേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിരിക്കുന്ന റാൻഡം എന്നുള്ള ഓപ്ഷനിലാണ്. ഏതെങ്കിലും ഒരു ജെൻഡറിലുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ജെൻഡർ സെലക്ട് ചെയ്തതിന് ശേഷം ജനറേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ആകും. അപ്പോൾ ഇതുപോലെയാണ് കാണിക്കുന്നത്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ കുഞ്ഞിന്റെ ഫോട്ടോ കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ സൈസ് ചെറുതായിരിക്കണം. അവരുടെ ഫേസ് മാത്രം ക്രോപ്പ് ചെയ്തതിന് ശേഷമേ നമ്മളിത് അപ്ലോഡ് ചെയ്യാവൂ. എങ്കിൽ മാത്രമേ കുഞ്ഞിന്റെ ഫോട്ടോ റെഡി ആയിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ കുഞ്ഞിന്റെ ഫോട്ടോ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്ത ഫോട്ടോസ് ഫഹദിന്റെ നസ്രിയയുടെയും ആയിരുന്നു. അപ്പൊ അവർക്കുണ്ടാകുന്ന കുഞ്ഞ് ഇതുപോലെയാണ്. അപ്പൊ ഇവിടെ വന്നത് പെൺകുഞ്ഞാണ്. അപ്പോൾ അവരുടെ കുഞ്ഞ്
ഇതുപോലെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പാരന്റ്സിനെ പോലെ തന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബേബിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ജെൻഡർ സ്പെസിഫൈ ചെയ്തത് റാൻഡം ആയിരുന്നു. അപ്പൊ ഇവർ എനിക്ക് കാണിച്ചത് പെൺകുഞ്ഞിനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി ഞാൻ ഒന്നുകൂടെ അവരെ പിക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം ബോയ് എന്ന് ക്ലിക്ക് ചെയ്ത് ഒരു ആൺകുട്ടിയുടെ പിക്ക് നോക്കാം. അപ്പോൾ ഞാൻ ബേബി ജെൻഡറിൽ ബോയ് എന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ജനറേറ്റ് എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് ഇവരുടെ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ ഇവരുടെ ബേബി ബോയുടെ പിക്ക് കാണാം. അങ്ങനെ ഇവരുടെ ബേബി ബോയുടെ ഫോട്ടോ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ഫോട്ടോ സേവ് ചെയ്യാനായി മുകളിലുള്ള നീല ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഭാവിയിലുള്ള കുഞ്ഞിന്റെ ഫോട്ടോ കണ്ടുപിടിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.